നാഷണൽ ആന്തം പഠിച്ചു, പിന്നെ സർഗം പഠിപ്പിച്ചു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം. ഞങ്ങളിങ്ങനെ പയ്യെ തണുപ്പിൽ നിന്ന് ഇങ്ങനെ ചൂടിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. പിന്നെ അതേ രാവിലെ തന്നെ അഞ്ചും ചേട്ടനൊക്കെ സ്കൂളിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് സമ്മർ ക്യാമ്പ് ആരംഭിക്കുകയാണ്. അപ്പോൾ എക്സാം എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ മാർച്ച് 31 വരെ അവർക്ക് സമ്മർ ക്യാമ്പ് ഉണ്ട്. അപ്പോൾ അഞ്ചു സമ്മർ ക്യാമ്പിൽ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് അഞ്ചുനും അങ്ങനെ പോകണം. പിന്നെ ചേട്ടന് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പോകണം. അപ്പോൾ അതേ നമ്മുടെ അഞ്ചു ഇന്ന് രാവിലെ തന്നെ സമ്മർ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ടവർക്കപ്പോൾ സമ്മർ ക്യാമ്പിനായിട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. അഞ്ചുവിൻ്റെ ഐറ്റം ഏതാ അഞ്ചു? ഞാൻ ഇപ്രാവശ്യം കീബോർഡ് ലൈവ് എല്ലാ പ്രാവശ്യവും ഡാൻസിലെടുക്കാറ്. അപ്പം ഇപ്രാവശ്യം എൻ്റെ ലാസ്റ്റാണ്. അപ്പം 8th വരെ ഉള്ളൂ. അപ്പം ഇന്ന് ഈ പ്രാവശ്യം കീബോർഡിൽ എടുത്തേക്കും. കീബോർഡ് അവർക്ക് കാസിയോ കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് കൊടുക്കും. അപ്പോൾ ഇന്നലെ പോയിട്ട് നിന്ന് പഠിച്ചു. ഇന്നലെയായിരുന്നു ഫസ്റ്റ് ഡേ. ഇന്നലെ പോയിട്ട് നാഷണൽ ആന്തം പഠിച്ചു, പിന്നെ സർഗം പഠിപ്പിച്ചു. ഓക്കെ. ഇവർക്ക് രാവിലെ ഒരു 2.5 മണിക്കൂറോളം 7 o'clock തൊട്ട് 9:30 വരെ 2.5 മണിക്കൂർ സ്കൂളിൽ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ പല ഐറ്റംസിനുണ്ട് കേട്ടോ. ബാഡ്മിൻ്റൺ, ബാസ്ക്കറ്റ് ബോള്, പിന്നെന്താ ഉള്ളത്, ഡാൻസ്, പിന്നെ കീബോർഡ്, അങ്ങനെ 3-5 കൂട്ടങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഇഷ്ടമുള്ളതിൽ പ്രാക്ടീസ് ചെയ്യാം. 8ാം ക്ലാസ് വരെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം കൂടി ഇപ്പോൾ അഞ്ചിനുള്ളൂ. അഞ്ചിന് ഇപ്പോൾ ഏപ്രിൽ 9th കടക്കാൻ പോകണം. അഞ്ചിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു. ഇനി റിസൾട്ട് കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏപ്രിൽ മാസം 9th കിടക്കും. അപ്പോൾ പോകാനായിട്ട് റെഡിയായി നിൽക്കാം. ഇപ്പോൾ സമയം 6:30 കേട്ടോ. അപ്പോൾ ഇവർക്ക് 7 മണിക്കാണ് തുടങ്ങണത്. 7 മണിക്ക് കുർബാനയുണ്ട്. കുർബാന കഴിഞ്ഞാൽ 6:45 ഓക്കെ 6:45 കുർബാന. 6:45 കുർബാന. കുർബാന കഴിഞ്ഞ് 7 മണിക്ക് സമ്മർ ക്യാമ്പ് ആരംഭിക്കും. എന്നാൽ ശരി, പള്ളിക്ക് പോകാനായിട്ട് ഇറങ്ങി നിൽക്കപ്പോൾ ഫ്രണ്ട്സ് വിളിക്കും. ഓക്കെ ബൈ. അപ്പോൾ അങ്ങനെ അഞ്ചു പോയി. ഇനി ഇതാ അടുത്ത ആൾ പോകാനായിട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചേട്ടൻ അതുപോലെ വേറെ 2 സാറുമാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 3 പേരാണ് പ്രാക്ടീസ് കൊടുക്കുന്നത്. 3 പേരൊന്നുമല്ല, 5 ഐറ്റത്തിൽ 2 പേര് വെച്ചാ 10 പേരുണ്ട്. ആണോ? ഇവരുടെ കാര്യം ഇവർക്കൊക്കെ അറിയുള്ളൂ. ഞങ്ങള് ബാസ്കറ്റ് ബോളില്ല, ഞാനും വേറൊരു സാറും കൂടെ. ഓക്കെ, ബാസ്കറ്റ് ബോളാണോ ഐറ്റം? ഓക്കെ ഓക്കെ. പിള്ളേരിപ്പോൾ വരും. 6:45 പിള്ളേർ വരും. അറ്റൻഡൻസ് എടുക്കണം. അത് കഴിഞ്ഞാൽ തുടങ്ങും. 7 മണിയാകുമ്പോൾ തുടങ്ങും. 9:30 വരെ. 9:30 വരെ ഉണ്ട്. ഓക്കെ. എന്നാൽ അപ്പം അതേ ചേട്ടനും റെഡിയായി. 5 ഓൾറെഡി പോയി കഴിഞ്ഞു. ചേട്ടനും പോകണം. റെഡി, പോവാ. ഓക്കെ ബൈ. ഞങ്ങൾക്ക് ടീച്ചേഴ്സിനൊക്കെ എന്നും സ്കൂളിൽ പോകണം. കുട്ടികളുടെ എക്സാം എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ടീച്ചേഴ്സിന് നല്ല വർക്ക് കേട്ടോ. ടീച്ചേഴ്സിന് റിസൾട്ട് വർക്ക് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക. പേപ്പർ ചെക്കിങ്ങും റിസൾട്ട് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ടീച്ചേഴ്സ് നീങ്ങിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ സ്കൂളിൽ പോയി ഇപ്പോൾ ഇത്തിരി മുമ്പ് വന്നോളൂ. ഞങ്ങൾക്ക് 2:30 വരെയാണ് സമയം സ്കൂൾ ടൈം. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴേക്കും 3 മണിക്ക് ആവും. അപ്പോൾ അങ്ങനെ 3 മണി ആയപ്പോഴേക്കും വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കുള്ളൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നാട്ടിൽ നിന്ന് ആങ്ങളെ കൊടുത്തു വിടുന്ന ഒരു പെട്ടി വരുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ചേട്ടൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അറിയുന്ന ഒരാൾ വഴി പെട്ടി കൊടുത്തു വിടുന്നുണ്ട് ആങ്ങള. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ചേട്ടൻ പോയേക്കാണ്. അപ്പോൾ ചേട്ടൻ വന്നു കഴിയുമ്പോൾ നമുക്ക് പെട്ടിയൊക്കെ തുറക്കാം കേട്ടോ. അപ്പോൾ ഞാനിനി കിച്ചണിലേക്ക് കിടക്കാൻ പോകണം. കിച്ചണിൽ രാവിലെ തൊട്ടുള്ള കുറച്ച് പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് വാഷ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അതെല്ലാം കഴുകിയൊക്കെ വയ്ക്കാൻ പോവാം. പിന്നെ അപ്പോഴേക്കും ചേട്ടൻ എത്തും. ചേട്ടൻ വന്നിട്ട് വേണം ലഞ്ച് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്തിരി കാര്യങ്ങളൊക്കെ കിച്ചണിൽ ചെയ്യാനുണ്ട് ലഞ്ചിന് മുമ്പായിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് കിച്ചണിലേക്ക് കിടക്കണം. അപ്പോൾ ഞാൻ ഇതേ കിച്ചണിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വാഷ് ചെയ്ത് വയ്ക്കാനായിട്ട്. പിന്നെ കുക്കിങ്ങൊക്കെ ഇതൊക്കെ രാവിലെ തീർത്തിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോകണത്. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ ചോറ് കുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലഞ്ച് ചോറ്. അപ്പോൾ ഇത് ഞങ്ങളുടെ UP റൈസ്. പിന്നെ ചോറിനുള്ള കറി എന്ന് പറയുന്നത്, കറി നിങ്ങളെ കാണിച്ചു തരാം. ഇന്നുണ്ടാക്കിയിരിക്കുന്നത് രസമാണ് കേട്ടോ. രസം ഇത് ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അഞ്ചുവിന് വലിയ ഇഷ്ടമൊന്നുമില്ല. അഞ്ചു വേറെ കറിയൊന്നുമില്ല, നിവൃത്തിയില്ലെങ്കിൽ കഴിക്കും, അത്രയ്ക്കൊക്കെ ഉള്ളൂ. പിന്നെ ഇത് കായ ഉപ്പേരി. ഇത് ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചതാണ്. രാവിലെ എല്ലാം കൂടെ ഉണ്ടാക്കാൻ സമയം കിട്ടില്ല. ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ചേട്ടൻ വരുമ്പോഴേക്കും ഇതൊന്നും ചൂടാക്കി എടുക്കണം. പിന്നെ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് സ്കൂളിലേക്കും പിന്നെ വീട്ടിലൊക്കെ കഴിക്കാനുണ്ടായിരുന്നു ചപ്പാത്തി ബാക്കി വന്നിങ്ങനെ ഇരിക്കുന്നത് ഗ്യാസ്. പിന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് രാവിലെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ പാലക് പനീറും
പാലക്കൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള കറി ഉണ്ടല്ലോ, അത് ഞങ്ങളുടെ UP സ്റ്റൈലിലുള്ള കറിയാണ്. അപ്പോൾ അങ്ങനെ പാലക് പനീർ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉച്ചയ്ക്ക് റൈസ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം കഴിക്കാം, അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ ഞാൻ നമുക്ക് ഇങ്ങനെ തേങ്ങ കൊപ്രയൊക്കെ ആയിട്ട് നമ്മൾ ഉടയ്ക്കുന്ന നേരത്ത് കൊപ്ര പോലെ കിട്ടില്ലേ, കൊപ്ര കഷ്ണങ്ങൾ പോലെ, ഉണങ്ങിയ തേങ്ങ പോലെ. അപ്പം ഞാനത് രാവിലെ തന്നെ എടുത്ത് അങ്ങനെ കിട്ടിയ കഷ്ണങ്ങൾ ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ ഒരു പാത്രത്തിൽ എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ടേക്കണം. അപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും നല്ലപോലെ കുതിർന്നിട്ടുണ്ടാവും. അതിനുശേഷം നമ്മളിതിനെ ഒരുവിധം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കാൻ പറ്റുന്ന പോലെ ആക്കിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല പച്ച തേങ്ങ പോലെ ഇരുന്നോളും. നമുക്ക് ഈവൻ കറി ഉണ്ടാക്കാനും യൂസ് ചെയ്യാം, പിന്നെ നമ്മുടെ ഉപ്പേരികളൊക്കെ ഉണ്ടാക്കാനായാലും നല്ല പച്ചത്തേങ്ങ ഉപയോഗിക്കുന്ന പോലെ തന്നെ കിട്ടും. അത് തേങ്ങയുടെ ഉണക്ക് പോലെ ഇരിക്കും കേട്ടോ. ഒരുപാട് ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ ഉപ്പേരിക്ക്, അതായത് തോരനൊക്കെ മാത്രം യൂസ് ചെയ്യുക. പിന്നെ ഇത് ഒരുപാട് ഉണങ്ങിയതല്ല, അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ഇതിനെ അരച്ച് കറിയിലേക്ക് വേണമെങ്കിൽ എനിക്ക് ചേർക്കാം. അപ്പോൾ ഇതിങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് പോയതാണ് രാവിലെ തന്നെ, വൈകുന്നേരത്തിന് അരക്കിയാലോ എന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ് കിച്ചൺ വിശേഷങ്ങൾ. ഇനി ഇവിടെയുള്ള പ്ലേറ്റുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി ഞങ്ങളുടെ സ്കൂളിൽ കൊണ്ടുപോയ ടിഫിൻ കാര്യങ്ങളൊക്കെയാണത്. ഉണ്ടോ ടിഫിൻ എന്നത് ഇതിനകത്താണ് ഞാൻ കറി വെച്ച് കൊണ്ടുപോകണം. ഇതിൻ്റെ ഉള്ളിൽ ഇതങ്ങനത്തെ ടിഫിനിൽ കറി വെച്ച് ഇങ്ങനെയാണ് കൊണ്ടുപോകണം. ഇതൊക്കെ എനിക്ക് വാഷ് ചെയ്യണം, ക്ലീനിങ്ങും ഒക്കെ കുറച്ച് കിടക്കുന്നുണ്ട്. ബസ്തി റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ സാധനങ്ങൾ വരാണ്ട്, ഒരു പെട്ടി വരാണ്ട്, ഒരു ട്രെയിൻ ഇവിടെ കിടപ്പുണ്ട്. സാധനത്തി അത് നമ്മുടെ പെട്ടി എത്തി. ചേട്ടൻ പെട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ സിദ്ധു ഉണ്ടോടെ, സിദ്ധുവും ചേട്ടനും കൂടെ ഒരുമിച്ച് പോയേ. ഹായ്. ട്രെയിൻ ടൈമിനായിരുന്നോ? ആണോ? ഇതാണ് നമ്മുടെ പെട്ടി. അഞ്ചു വെച്ചോണ്ട് എന്ത് ഇൻട്രസ്റ്റിലെന്ന് നോക്കി അഞ്ചു വിളിക്കണേ അല്ല അഞ്ചു? സണ്ണി അച്ചാച്ചൻ കൊടുത്തു വിട്ട പെട്ടി. അപ്പോൾ നമ്മുടെ പെട്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ എങ്ങനെ പെട്ടി പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. സണ്ണി കൊടുത്തു വിട്ട പെട്ടി. ഇപ്പോൾ വളരെ തിരക്കിട്ട് ചേട്ടൻ എന്താ വളരെ സ്പീഡിലാണ് പെട്ടി ഓപ്പൺ ചെയ്യുന്നത്. നാട്ടിൽ നിന്ന് നമുക്കിങ്ങനെ ഒരു പെട്ടിയൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? അതെ, സണ്ണിയുടെ ആങ്ങളയുടെ പാക്കിംഗ് വളരെ അടിപൊളിയാണ്. നന്നായി പാക്ക് ചെയ്യാനൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു, പക്ഷേ വളരെ സൂപ്പർ പാക്കിംഗ് ആട്ടോ. ആദ്യം തന്നെ കാണുന്നത് നേന്ത്രപ്പഴത്തിന് കരുതി വെച്ചിരിക്കുന്ന കായ കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ പഴുത്ത് വരുന്നതേ ഉള്ളൂ. ആങ്ങളെ പറഞ്ഞായിരുന്നു നേന്ത്രപ്പഴം വെച്ചിട്ടുണ്ട്, പക്ഷേ 3 ദിവസം ട്രെയിനിലിരിക്കുമ്പോഴേക്കും എന്താവുമെന്ന് അറിയില്ല എന്ന്. എന്തായാലും കുറച്ചൊക്കെ പഴുത്തിട്ടുണ്ട്, കുറച്ചൊക്കെ പച്ചയായിട്ടിരിക്കണേ. അപ്പോൾ ഇവിടെ നേന്ത്രപ്പഴം എന്താ ഏറ്റവും മുകളിൽ തന്നെ നമുക്ക് കാണാം. പഴമല്ല, അതെ നേന്ത്രക്കായ. അതിപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറിലോ ഒക്കെ പൊതിഞ്ഞ് വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ആയിക്കോളും. അപ്പോൾ ഇതിന് കുറച്ച് നേന്ത്രപ്പഴം നമ്മുടെ വേറൊരു സാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സാറിനുള്ളതും കൂടെ കൊടുത്തു വിടാണ്. ശരിക്കും നേന്ത്രപ്പഴം എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ നേന്ത്രക്കായ. 2 ദിവസം നമ്മൾ ഇങ്ങനെ അടച്ചു മൂടിയൊക്കെ വെച്ച് കഴിയുമ്പോൾ പഴുത്ത് കിട്ടും. അപ്പോൾ നമ്മുടെ സാറിന് കൊടുക്കാനുള്ള ഐറ്റംസൊക്കെ ഇവിടെ നീക്കി വെച്ചിട്ടുണ്ട്.
ബാക്കി ഇതൊക്കെ നമുക്കുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ സണ്ണി പുളിയോ ഉള്ളി ചെറിയുള്ളി പിന്നെയോ മിച്ചറ് പിന്നെ അഞ്ജുവിന് മിൽക്കി ബാർ വെച്ചേക്കണ്. മുറുക്ക് അഞ്ജുവിനുള്ള മിൽക്കി ബാർ. മിൽക്കി ബാർ. ഓ അഞ്ജു ഹാപ്പി ആയി. മിൽക്കി ബാർ കണ്ടത് പ്രതീക്ഷിച്ചില്ലല്ലേ? മിൽക്കി ബാർ കിട്ടും തൊട്ട് പ്രതീക്ഷിച്ചില്ലേ വെച്ച്. ചിപ്സ് അല്ലത് കപ്പ മിഠായി. അത് ചക്ക വറുത്തത് അതെന്താ? ചേട്ടനെ കൊണ്ടാട്ടമുളക് ഭയങ്കര ഇഷ്ടമാണ്. അഞ്ജുവിന് പുളിമിഠായി. അഞ്ജു ഹാപ്പി. പിന്നെന്താണ്? മധുരമുള്ള മിച്ചർ. ഓ അടിപൊളി. കേരളത്തിൽ നിന്ന് തേങ്ങ. സൂപ്പർ. അതോ? അത് പുളി. അത് പുളി. പിന്നെന്താ അതിനകത്ത്? പാക്കറ്റിനകത്ത് കൂർക്ക. അതെ എള്ളുണ്ട ചെറിയ പാക്കറ്റ്. ഇതെന്റെ ഫേവറേറ്റ് കേട്ടോ. ഇത് ആങ്ങളയ്ക്ക് അറിയാം. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എള്ളുണ്ടെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് കേരളത്തിലത്തെ. ഇവിടെ കിട്ടൂട്ടോ എള്ളുണ്ട. പക്ഷേ കേരളത്തിലത്തെ എനിക്ക് എന്താണോ ഭയങ്കര ഇഷ്ടം. ഇത് നമ്മുടെ കൂർക്കയുടെ സ്ഥിതി എന്താവും അറിയില്ല. കൂർക്ക അഴിച്ച് തുറന്നിട്ട് കറുത്ത കണ്ടോ? കറുത്ത എള്ളുണ്ടയും പിന്നെ ഇതായി ഈ വെള്ള കളറിലുള്ള എള്ളുണ്ട്. വെള്ള എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന കേരളത്തിൽ നിന്ന് വന്ന പെട്ടി തുറന്നപ്പോൾ കണ്ട ഐറ്റംസ്. അപ്പോൾ ആങ്ങളയ്ക്ക് താങ്ക് യു വെരി മച്ച്. ഓ ചേട്ടന് വായിക്കാൻ അപ്പോൾ പേപ്പറുമായി. ചേട്ടൻ പേപ്പറിൻ്റെ ആളാണ്, ന്യൂസ് പേപ്പറിൻ്റെ ആൾ. അപ്പോൾ അതുമായി. പിന്നെ ഞങ്ങൾ ഐറ്റംസുകളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ഒക്കെ സെറ്റാക്കട്ടെ. പിന്നെ കൂർക്കയുടെയൊക്കെ സ്ഥിതി എന്താവും അറിയില്ല. 3 ദിവസം ട്രെയിനിലിരുന്ന കാരണം കൊണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളി. അങ്ങനെ അപ്രതീക്ഷിതമായി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടിയൊരു പെട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ നാളുകൾക്കുള്ളിൽ ഇങ്ങനെ കൂർക്ക കാര്യങ്ങളൊക്കെ കഴിക്കാൻ പോകണം കേട്ടോ. എനിക്ക് തന്നെ നമ്മൾ കേരളത്തിൽ നിന്ന് കഴിച്ചിട്ട് പിന്നെ ഇപ്പോഴല്ലേ കഴിക്കണേ? ഇനി കഴിക്കാൻ പോണേ? ഓക്കെ. അപ്പോൾ ഞങ്ങളിനി പെട്ടിയിലെ ഐറ്റംസുകളെല്ലാം ഒന്ന് സെറ്റാക്കിയൊക്കെ വെക്കട്ടെ. നമ്മുടെ നേന്ത്രക്കായൊക്കെ നമുക്ക് പൊതിഞ്ഞു വെക്കണം, എന്നാലേ പഴമായിട്ട് കിട്ടുള്ളൂ. നമ്മുടെ ഷാരി സാർ എത്തിയിരിക്കുന്നു. വന്നിരിക്കുന്നു ഷാരി സാർ എത്തി. ഷാരി സാർ എത്തിയിട്ടുണ്ട്. ശ്രീഷ ടീച്ചർ വരുന്നുണ്ട് പുറകെ കൂടെ. അയ്യോ വാ വരുന്നു ഇവിടെ ഷാരി സാറും ശ്രീഷ ടീച്ചറും. നിങ്ങളുടെ ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്തോളൂ ഓൾറെഡി. ഇത് എന്താ നോക്കട്ടെ. ഇത് ചെറിയുള്ളി. നമ്മുടെ ചെറിയുള്ളി ഉള്ളിത്തീയിൽ ഉണ്ടാക്കാനും കറി കാച്ചാനും ചമ്മന്തി അരയ്ക്കാനും ഒക്കെ വളരെ വേണ്ടപ്പെട്ട ഐറ്റമാണ് നമ്മുടെ ചെറിയുള്ളി. വെരി ഇമ്പോർട്ടൻ്റ് ഐറ്റം ഇതാണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. എന്നാലും ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടൊരു ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് നമ്മുടെ കൂർക്ക കൊണ്ടുള്ള തോരൻ, കറി, എന്ത് ഐറ്റവും സൂപ്പർ. അപ്പോൾ എനിക്ക് കൂർക്ക എന്തായാലും കൂർക്കയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ആങ്ങളയ്ക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതെനിക്ക് നന്നാക്കാൻ അറിയത്തില്ല. നന്നാക്കി തരും ചേട്ടൻ. തൊണ്ടൊക്കെ കളഞ്ഞു തരും. പിന്നെ ആങ്ങളയ്ക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. 3 ദിവസം ട്രെയിനിലിരുന്ന് കേടാവോ ചീത്തയായി പോകുമെന്നൊക്കെ. എന്തായാലും ഒരു കുഴപ്പം വന്നിട്ടില്ല. വളരെ സേഫ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ അങ്ങനെ കൊച്ചു ഐറ്റംസ്. നമ്മുടെ കൊക്കുവട ഞങ്ങളിതിനെ കൊക്കുവട എന്നൊക്കെ പറയണത്. നിങ്ങൾ എന്താ പറയണതെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ വീടിൻ്റെ ആ ഏരിയയിലൊക്കെ ഞങ്ങൾ പറയണ കൊക്കുവട. പിന്നെന്താ അങ്ങനത്തെയൊക്കെ കൊച്ചു ഐറ്റംസുകളൊക്കെയാണ്. നമ്മുടെ വറ്റൽമുളക്, കൊണ്ടാട്ടമുളക്. ഇത് ചേട്ടനെ പ്രതിയായിരിക്കും പ്രത്യേകം. ചേട്ടന് ഭയങ്കര ഇഷ്ടം സണ്ണിക്കായിരിക്കും. പിന്നെ നമുക്ക് എന്തായാലും ഒരു പാക്കറ്റ് ചിപ്സ് ഉണ്ട്. നമ്മുടെ കേരള ചിപ്സ് വേണ്ടായിരുന്നു അല്ലേ? അതാ. പിന്നെ ഈ ഒരു മിക്സർ, മധുരമുള്ള സ്വീറ്റ് മിക്സർ ഇല്ലേ ഇത്. ഇതൊക്കെ ഈ ഐറ്റംസ് ഒക്കെയാണ് നമ്മുടെ പെട്ടിയിൽ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ആങ്ങളയ്ക്ക് താങ്ക് യു. ആങ്ങളയ്ക്കും നാത്തൂനും ഒക്കെ താങ്ക് യു. സണ്ണി ആൻഡ് ഫാമിലിക്ക് താങ്ക് യു. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങള്. ആങ്ങളെ കൊടുത്തുവിട്ട പെട്ടി ഇങ്ങനെ വരാനായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു ഞങ്ങള്. ഇങ്ങനെയൊക്കെ നമുക്ക് കേരളത്തിൽ നിന്ന് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്ന ഐറ്റംസുകളൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ? ഇങ്ങനെയൊക്കെ നമുക്ക് ആരെങ്കിലും ഒക്കെ കൊടുത്തു വിടാനുണ്ടാവുക. അതുപോലെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഐറ്റംസൊക്കെ കേരളത്തിൽ നിന്നുള്ളത് വരാം.
അത് ശരിക്കും പറഞ്ഞാൽ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ ഞങ്ങൾ ആ ഒരു സന്തോഷം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എൻജോയ് ചെയ്യണം. ഇങ്ങനെ ഒരു പെട്ടി വന്നപ്പോൾ പറയാതിരിക്കാൻ വയ്യ. അത്രയും മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷം. അത് വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ട പെട്ടി എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ എന്തായാലും സമയത്തിന് വന്നു, ചേട്ടനൊക്കെ പോയി വാങ്ങി, അങ്ങനെ സാറിന് കൊടുക്കാനുള്ളത് അവർക്കും കൊടുത്തു വിട്ടു അങ്ങനെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.